Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ മെറ്റീരിയലിലൊക്കെ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ ഇതുപോലെ നെക്ക് ഷോൾഡർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലായിട്ട് അത് വി നെക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ വി നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ഡിസൈനും വരുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര അടയാളപ്പെടുത്തുക. നമ്മുടെ നെക്കിൻ്റെ താഴെയായിട്ടൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തെ നെക്കിൻ്റെ അവിടെ പോയിൻ്റ് ഇട്ടെടുത്തേക്ക് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. ഇതുപോലെ വരും. എന്നിട്ട് ആ ഒരു വി ഷേപ്പിലാണ് നമ്മളുടെ ഡിസൈൻസൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ആ ഡിസൈനകത്ത് എന്തൊക്കെയാണ് വേണ്ടത്? ഫ്ലവേഴ്സ് നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ ഇതുപോലെ ഒരു ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വേണം നമ്മൾ മെറ്റീരിയൽ ചെയ്യുമ്പോഴും ചെയ്യാനായിട്ട് കേട്ടോ. ഇതുപോലെ അടുപ്പിച്ചല്ലാതെ കുറച്ച് അകലത്തിൽ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് സീക്വൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഫുള്ള് നമുക്ക് ആ ഒരു വി ഷേപ്പ് ഫുള്ള് നമുക്ക് കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ചെയ്യുമ്പോൾ കുറച്ച് അകലത്തിൽ വേണം ചെയ്യാൻ. പിന്നെ നമുക്ക് ഓരോ ഫ്ലവറിനും 2 ലീഫ് വെച്ചായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലീഫും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ. ഞാൻ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. നല്ല ഡാർക്ക് ഗ്രീൻ കളറിലെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഓഫ് വൈറ്റ് കളറിലെ ഒരു സിൽക്ക് ത്രെഡ് വേണം. പിന്നെ നല്ല ഡാർക്ക് മജന്ത ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡ്, പിന്നെ പാരൽ ഗ്രീൻ കളറിലെ സിൽക്ക് ത്രെഡ്. ഈ 3 ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ലൈറ്റ് റോസ് കളറിലെ ത്രെഡും കൂടെ ഉണ്ട്. അത് നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചെറിയ സ്റ്റോൺസ് വേണം. നമുക്കിത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് ഒട്ടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിൽ എവിടെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് നമുക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സ് ആയിട്ട് അടിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് സീക്വൻസ് ആണ് വേണ്ടത്, ഗോൾഡൻ കളറിലെ സീക്വൻസ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഇവിടെ ഓഫ് വൈറ്റ് കളറിലെ ത്രെഡ് എടുത്തിരിക്കുന്നത് ഒരു 4 strands ആണ് എടുത്തത്. 6 strandsലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു 6 strandsലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ മെറ്റീരിയലിൽ ഇപ്പം ഈ ഒരു ഫ്ലവർ ഒന്നും വരച്ചു കൊടുക്കണുണ്ട്. ഇതുപോലെ നമ്മൾ 4 പെറ്റൽ വരണ വിധത്തിൽ ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സെൻറ്ററിലാണ് നമ്മൾ ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ ഓഫ് വൈറ്റ് കളറിലെ ത്രെഡ്, ആ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ നിന്ന് ത്രെഡ് എടുത്തതിന് ശേഷം ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് എവിടെ നിന്നാണോ ത്രെഡ് എടുത്തത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ നീഡിൽ താഴേക്ക് വലിക്കുക. നമുക്ക് നോട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ 2 പ്രാവശ്യം ചുറ്റിയിട്ട് നമുക്ക് ആ ഒരു റൗണ്ട് ഫുള്ള് നമുക്ക് കവർ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മൾ ഫുള്ള് റൗണ്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് ഫില്ല് ചെയ്യണം.
നമ്മൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ പെറ്റൽസൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പെറ്റൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 4 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരുന്നത്. 2 പ്രാവശ്യമായിട്ട് ത്രെഡ് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 4ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് എന്താ പറയുക കട്ടിയുള്ള സ്റ്റിച്ച് വരരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 4 സ്ട്രാൻഡ്സിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ത്രെഡ് എടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു നമ്മൾ നടുക്ക് ചെയ്തില്ലേ അതിൻ്റെ ഇടയിലേക്ക് വേണമായിട്ട് ത്രെഡ് എടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ ആ ഒരു പെറ്റിൽ ഫുള്ള് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കൂടി നമുക്കൊന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവറിന് എന്താ പറയുക ഒരു 3D ഷേപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു പെറ്റിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പെറ്റിലും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. കണ്ടോ, ബാക്കിയുള്ള പെറ്റിൽസോടെ നമുക്കതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇടയ്ക്കായിട്ട് നമ്മൾ സ്റ്റോൺസ് പിടിപ്പിച്ചേക്കണുണ്ടോ, അപ്പോൾ ആ സ്റ്റോൺ നമുക്കൊന്ന് ഇടയ്ക്കായിട്ട് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമുക്ക് സ്റ്റോണൊന്ന് വെച്ച് ഉറപ്പിച്ച് കൊടുക്കണം. ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ. കാരണം ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ എത്രമാത്രം യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. അത് കാരണം ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്തു കേട്ടോ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീക്വൻസ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു സീക്വൻസ് എടുത്തിട്ട് ത്രെഡിനകത്തോടെ കയറ്റുക. ഇതുപോലെ ചെയ്തിട്ട് 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുക്കുക. 2 പ്രാവശ്യം ചുറ്റി ആ ഗ്യാപ്പിനകത്തൂടെ തന്നെ നമ്മൾ ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുത്തു. ഈ സീക്വൻസ് ചെയ്യുമ്പോൾ ഇടയ്ക്കായിട്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് കുറച്ച് എന്താ പറയുക ഈ സീക്വൻസ് ഈ ഗോൾഡൻ കളറിലെ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു തിളക്കത്തിലിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കായിട്ട് ഈ സീക്വൻസ് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെറ്റൽസ് എല്ലാം ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ലീഫും നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ലീഫ് ചെയ്യുന്നത് 2 സൈഡിലായിട്ട് വേണം ചെയ്യാനായിട്ട്.
അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ലീഫിൻ്റെ ഷേപ്പൊന്നും വരച്ചിട്ടില്ല, ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. ഇതുപോലെ ലീഫും കൂടെ നമുക്ക് ചെയ്ത് ഫിനിഷാക്കി എടുക്കാം. ഈ വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫുള്ള് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സീക്വൻസിലും ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമ്മൾ ചെയ്തില്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ഫുള്ള് ആ ഒരു വി ഷേപ്പിൽ ഫുള്ള് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കളർ ലൈറ്റ് റോസ് കളറിലെ ത്രെഡ് വെച്ചിട്ടും ഇടയ്ക്കായിട്ട് അതുപോലെ ഫ്രഞ്ച് നോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വി ഷേപ്പ് ഫുള്ള് ഫില്ലാക്കണ വിധത്തിൽ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കാണണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കട്ട് ബീഡ്സ് ഇല്ലേ, ഇതുപോലത്തെ കട്ട് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഫുള്ള് നമ്മൾ ഇടയ്ക്കായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് നോട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ 2 പ്രാവശ്യം. ഇതൊരു 8 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡ് ചെയ്യാൻ, കാരണം കുറച്ച് വലുപ്പത്തിലുള്ള ഫ്രഞ്ച് നോട്ട് നമുക്ക് വേണ്ടതുകൊണ്ട് 8 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ ബി ഷേപ്പിലാണ് നമ്മളുടെ നെക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൻ കൂടിയുണ്ട്, ആ ബെല്ലൈക്കൻ കൂടി തന്നെ ചെയ്യുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.